നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആദിവാസി കുടികളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ നേരിട്ടെത്തിക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ ഉദ്ഘാടനം ശാന്തൻപാറ പന്നിയാർ എസ്റ്റേറ്റിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽകുമാർ നിർവഹിച്ചു. വിശപ്പ് രഹിത കേരളമാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി. നെടുങ്കണ്ടം മേഖലയിലെ വിവാദ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് PWD വിജിലൻസ് സംഘം പരിശോധന നടത്തിയത് കമ്പംമെട്ട് വണ്ണപ്പുറം പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവാദമുയർന്ന സാഹചര്യത്തിൽ മുണ്ടിയരുമയിൽ ടാറിംഗ് പൊളിഞ്ഞ മേഖലയിൽ നിന്ന് സാമ്പിളും ശേഖരിച്ചു. സ്വകാര്യ ബസ് വ്യവസായവും തൊഴിലാളികളെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട ജീവനക്കാരും ബസ് ഉടമകളും പ്രക്ഷോഭത്തിലേക്ക്. പ്രൈവറ്റ് ബസ് വർക്കേഴ്സ് യൂണിയൻ CATU, പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ 7-ാം തീയതി കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ ധർണ നടത്തും. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് സമരം ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ ആദ്യ ടോൾ പ്ലാസയായ ദേവികുളം ടോൾ പ്ലാസയിലൂടെ പോകുന്ന വാഹനങ്ങളിൽ നിന്നും പണം ഈടാക്കി തുടങ്ങി. ടോൾ പിരിവ് ലേലത്തിനെടുത്തിരിക്കുന്നത് ആന്ധ്രയിൽ നിന്നുള്ള കമ്പനി. ദേവികുളം ടോൾ പ്ലാസ സ്ഥിതി ചെയ്യുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ലാക്കാട് കുരിശടിക്ക് സമീപം. വിശദമായ വാർത്തകൾ. വിശപ്പ് രഹിത കേരളമാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ. ആദിവാസി കുടികളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ നേരിട്ടെത്തിക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ ഉദ്ഘാടനം നിർവഹിച്ച് ശാന്തൻപാറ പന്നിയാർ എസ്റ്റേറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പന്നിയാർ, ആനയിറങ്കൽ റേഷൻ കടകളുടെ പരിധിയിൽ വരുന്ന ആടുവിളന്താൻകുടി, ശങ്കരപാണ്ടിമെട്ട് എന്നീ ആദിവാസി ഗ്രാമങ്ങളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ നേരിട്ടെത്തിക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതിയുടെ ഉദ്ഘാടനമാണ് നടന്നത്. വിശപ്പ് രഹിത കേരളമാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. മൂന്നാർ ഉൾപ്പെടെയുള്ള തോട്ടം മേഖലയിൽ കൂടുതൽ കുടുംബങ്ങൾക്കും ആവശ്യമുള്ള വെള്ളയരി എത്തിക്കുന്നതിന് അടുത്ത മാസം മുതൽ നടപടി സ്വീകരിക്കും. കേരളത്തിന്റെ അതിർത്തി കടന്നാൽ BPL കാർഡ് ഉടമകൾക്ക് മാത്രമാണ് പൊതുവിതരണ കേന്ദ്രങ്ങൾ വഴി ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നതെന്നും ഓണക്കാലത്ത് വില നിയന്ത്രണം നടപ്പാക്കാനായി വെള്ള, നീല കാർഡ് ഉടമകൾക്ക് അധികമായി 10 കിലോഗ്രാം അരി നൽകിയെന്നും മന്ത്രി പറഞ്ഞു. 4-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ 100 ദിന കർമ്മ പരിപാടി ഗവൺമെന്റ് തന്നെ ഓരോ വകുപ്പിന് രൂപം കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് ഈ വരുന്ന 20ഓടുകൂടി കേരളത്തിൽ സമ്പൂർണമായും വനപ്രദേശ അല്ലെങ്കിൽ ആദിവാസി ഊരുകൾ, എസ്റ്റേറ്റ് ഇതുപോലുള്ള പ്രദേശങ്ങളിൽ വരുന്ന വളരെ ഉള്ളിലേക്ക് താമസിക്കുന്ന ആളുകൾ 100, 200, 300 രൂപ ചെലവഴിച്ചാൽ മാത്രമേ റേഷൻ കടയിൽ അവർക്ക് എത്തിച്ചേരാൻ കഴിയൂ എന്ന തരത്തിലുള്ള പ്രദേശങ്ങൾ സമ്പൂർണമായും ഭക്ഷ്യധാന്യം അവരുടെ വീട്ടുമുറ്റത്തെത്തുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഗവൺമെന്റ് ലക്ഷ്യമിട്ടാണ് ഓരോ പദ്ധതി നടപ്പാക്കുന്നത്. ആ ലക്ഷ്യത്തിൽ ഈ ജനവിഭാഗത്തിന്റെ ഊരുകളിലെല്ലാം ഈ വരുന്ന 20ഓടുകൂടി നമുക്ക് സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി യാഥാർത്ഥ്യമാകും. ഉമ്മൻചോല, അതുപോലെ മൂന്നാറ്, ഈ എസ്റ്റേറ്റ് വരുന്ന ഈ പ്രദേശത്തെ ആളുകൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന അരി വെള്ള അരി എന്നാണ്. അതുകൊണ്ട് പരിപൂർണമായും വെള്ള അരി ലഭിക്കണമെന്ന ആവശ്യമാണ് ആളുകൾ മുന്നോട്ട് പറയുന്നത്. നമ്മൾ കേരളത്തിലെ കൃഷിക്കാർ ഉത്പാദിപ്പിക്കുന്ന നെല്ലിന്റെ ചമ്പാവരി, നമ്മുടെ നാട്ടിൽ പറഞ്ഞ ചമ്പാവരി എന്നാണ്, ട്രിവാൻഡ്രത്ത് CMR എന്ന് പറയും. കൺവെൻഷൻ ആയിട്ടുള്ള നമ്മുടെ പാരമ്പര്യമായി നമ്മൾ കൃഷിക്കാർ ഉത്പാദിപ്പിക്കുന്ന നെല്ല് പ്രോസസ് ചെയ്ത് എടുക്കുന്ന ചുവപ്പ് നിറത്തിലുള്ള അരി, അതാണല്ലോ വില കൂടിയത്. അത് 50, 52, 55 രൂപ വരെ മാർക്കറ്റ് വിലയുള്ളതാണ്. ആ അരിയാണ് നമ്മൾ റേഷൻ കടകളിലൂടെ മുൻഗണനാ കാർഡുകാർക്ക് സൗജന്യം ഫ്രീ ആയിട്ട്, നീല കാർഡുകാർക്ക് 4 രൂപ നിരക്കിൽ, വെള്ള കാർഡുകാർക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ അങ്ങനെ കൊടുക്കുന്ന അരി മാർക്കറ്റിലെ വിലയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർക്കറ്റിലെ വിലയുടെ 1/5 പോലും കൊടുക്കാതെ വാങ്ങാൻ കഴിയുന്ന സൗകര്യമാണ്. എന്നാൽ അത് ഉപയോഗിക്കുന്ന ആളുകളുമുണ്ട്. അത് ഇഷ്ടപ്പെടാതെ വെള്ള നിറത്തിലുള്ള നമ്മുടെ ജയ എന്നൊക്കെ പറയുന്ന അതുപോലത്തെ അരി ഉപയോഗിക്കുന്ന കുടുംബങ്ങളുണ്ട്. വയനാടാണെങ്കിലും ഇടുക്കിയിലാണെങ്കിലും ഭൂരിപക്ഷം ആളുകളും അത്തരം അരിയാണ് ഉപയോഗിക്കുന്നത്. ആ അരി ലഭ്യമാക്കുകയാണ് എന്ന ആവശ്യം പലരും എന്നോട് പറയുകയുണ്ടായി. എന്തായാലും സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ അടുത്ത മാസം, ഈ മാസം അലോട്ട്മെന്റ് കഴിഞ്ഞല്ലോ, അടുത്ത മാസം ഈ കുടുംബങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പോളിസി തയ്യാറാക്കി തരണം. അതിനനുസരിച്ച്
ഭൂരിഭാഗം ആളുകൾക്കും ആവശ്യമുള്ള വെള്ള അരി നമുക്ക് ലഭ്യമാക്കാൻ കഴിയണമെന്നാണ് ആഗ്രഹം. എം മണി MLA അധ്യക്ഷനായിരുന്നു. യോഗത്തിൽ ജില്ലാ സപ്ലൈ ഓഫീസർ ബൈജു കെ ബാലൻ, ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ്, ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ്, NR ജയൻ, K സലിംകുമാർ, P പളനിവേൽ, PT മുരുകൻ, ഉമാമഹേശ്വരി, KC ആലീസ്, പ്രിൻസ് മാത്യു, R വരദരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെടുങ്കണ്ടം മേഖലയിലെ വിവാദ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് PWD വിജിലൻസ് സംഘം പരിശോധന നടത്തി. കമ്പംമെട്ട് വണ്ണപ്പുറം പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവാദമുയർന്ന സാഹചര്യത്തിലാണ് പരിശോധന നടത്തിയത്. മുണ്ടിയരുമയിൽ ടാറിംഗ് പൊളിഞ്ഞ മേഖലയിൽ നിന്ന് സാമ്പിളുകളും ശേഖരിച്ചു. കഴിഞ്ഞ ദിവസം കിഫ്ബി അധികൃതരും മേഖലയിൽ പരിശോധന നടത്തിയിരുന്നു. മഴയത്ത് ടാറിംഗ് നടത്തിയതും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പൊളിഞ്ഞതുമാണ് വിവാദമായത്. PWD സംഘം ടാറിംഗ് പൊളിഞ്ഞ മേഖലയിൽ നിന്ന് സാമ്പിളും ശേഖരിച്ചു. എന്നാൽ ടാർ ഉറയ്ക്കുന്നതിന് മുൻപ് നാട്ടുകാർ ഇളക്കുകയായിരുന്നുവെന്ന് ആരോപിച്ച കരാർ കമ്പനി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിൻ പ്രകാരം കണ്ടാലറിയാവുന്ന 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. നിർമ്മാണ കമ്പനി പ്രോജക്ട് മാനേജറുടെ പരാതിയെ തുടർന്നാണ് കേസെടുത്തിരിക്കുന്നത്. തകരാറുണ്ടെങ്കിൽ പരിഹരിക്കുന്നതിന് പകരം സംഘം ചേർന്ന് റോഡ് പൊളിച്ചതായാണ് പരാതി. വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ പൊതുമരാമത്തോ കിഫ്ബിയോ നടപടി സ്വീകരിക്കേണ്ടതിന് പകരം നാട്ടുകാർ പൊളിച്ചു മാറ്റിയെന്ന പരാതിയിൽ സൂചിപ്പിക്കുന്നു. ടാറിംഗ് ജോലികൾ നടക്കുമ്പോൾ 24 മണിക്കൂറാണ് ടാർ ഉറയ്ക്കാനെടുക്കുന്ന സമയം. എന്നാൽ ഹൈറേഞ്ചിലെ പ്രത്യേക ഭൂപ്രകൃതിയും കാലാവസ്ഥയും മൂലം ഇത് 73 മണിക്കൂർ വരെ നീളുവാനും സാധ്യതയുണ്ടെന്നും പരാതിയിൽ പറയുന്നു. സ്വകാര്യ ബസ് വ്യവസായവും തൊഴിലാളികളെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാരും ബസ് ഉടമകളും പ്രക്ഷോഭത്തിലേക്ക്. പ്രൈവറ്റ് ബസ് വർക്കേഴ്സ് യൂണിയൻ CATU, പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ 7 രാവിലെ 10 കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ ധർണ നടത്തും. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ സ്വകാര്യ ബസ് വ്യവസായം ഗുരുതരമായ പ്രതിസന്ധി നേരിടുകയാണ്. ഇതുമൂലം ഗ്രാമീണ മേഖലകളിലെ ജനങ്ങൾ യാത്രാക്ലേശത്തിലാണ്. വിദ്യാർത്ഥികൾക്കും യാത്രാ സൗകര്യവും കൺസെഷനും നിഷേധിക്കപ്പെടുന്നു. മുമ്പ് ജില്ലയിലെ ഉൾനാടൻ പ്രദേശങ്ങളിൽ നിന്ന് സമീപ ജില്ലയിലെ ടൗണുകളിലേക്ക് സർവീസ് നടത്തിയിരുന്ന സ്വകാര്യ ബസ്സുകൾക്കും പെർമിറ്റ് നിഷേധിക്കുന്നു. പതിറ്റാണ്ടുകളായി സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് മുന്നിലും പിന്നിലും അനുമതി പോലുമില്ലാതെ KSRTC സർവീസുകൾ നടത്തി ദ്രോഹിക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നത്. ജില്ലയിലെ നിരവധി സ്വകാര്യ ബസ് സർവീസുകൾ ഇല്ലാതായതോടെ തൊഴിലാളികൾ പണിയില്ലാതായി. സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി വമ്പിച്ച തൊഴിലാളി മുതലാളി ബഹുജന ധർണ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ ബസ് മേഖല ഒരു ഗുരുതരമായ ഒരു അവസ്ഥയിലോട്ടാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും വലിയ പ്രശ്നം മലയോര മേഖലയെ ഗ്രാമീണ പ്രദേശങ്ങളിൽ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടി സ്വകാര്യ ബസ് ഉടമകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സർവീസ് ആരംഭിച്ചത്. എന്നാൽ ഒരു ഏകപക്ഷീയമായി KSRTC ആ മേഖലയിലേക്ക് കടന്നു വരികയും യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ KSRTC സ്വകാര്യ ബസ്സുകളുടെ മുന്നിലും പിന്നിലുമായി സർവീസ് നടത്തിക്കൊണ്ടും അതോടൊപ്പം തന്നെ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഇന്ധനവിലയുടെയും മറ്റ് സ്പെയർ പാർട്സുകളുടെയും വിലയുടെ വർധനയുടെ ഭാഗമായി ഈ മേഖല വലിയ ദുരിതത്തിലേർപ്പെടുന്നൊരു ഘട്ടത്തിലാണ്. മറ്റു ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഗ്രാമീണ മേഖലകളിൽ നിന്നും 140 കിലോമീറ്ററിന് മുകളിലുള്ള സർവീസുകൾ സ്വകാര്യ ബസ് ഉടമകൾ ആരംഭിച്ചു. അങ്ങനെ സർവീസ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ നിരവധിയായ ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഒരു സർവീസുകളായിട്ടാണ് ഈ ദീർഘദൂര സർവീസുകൾ മാറിയത്. ഇപ്പോൾ തലത്തിൽ KSRTC സർവീസുകളെല്ലാം ഏറ്റെടുക്കുകയും ഗ്രാമീണ മേഖലയിലടക്കം ഉൾനാടൻ ഗ്രാമങ്ങളിൽ വലിയ യാത്രക്കാരുടെ യാത്രാക്ലേശം കൂടി വരുന്നൊരു സാഹചര്യവും നിലനിൽക്കുന്നു. 7ാം തീയതി നടക്കുന്ന സമരം CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്യും. ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KK തോമസ് മുഖ്യപ്രഭാഷണം നടത്തും. CITU ജില്ലാ സെക്രട്ടറി KS മോഹനൻ, ബസ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് KM ബാബു, CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി, ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KM തോമസ്, ബസ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് മെക്കാനിക്കൽ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി KJ ദേവസ്യ, പ്രൈവറ്റ് ബസ് മോട്ടോർ ആൻഡ് മെക്കാനിക്കൽ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി MC ബിജു, CPM കട്ടപ്പന ഏരിയ കമ്മിറ്റി അംഗം KP സുമോദ്, ബസ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് മെക്കാനിക്കൽ വർക്കേഴ്സ് യൂണിയൻ കട്ടപ്പന മേഖലാ സെക്രട്ടറി അനീഷ് ജോസഫ്, പ്രസിഡന്റ് എബി മാത്യു തുടങ്ങിയവർ സംസാരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സംഘടനയായ അസോസിയേഷനും CATന്റെ യൂണിയനും സംയുക്തമായി ഇടുക്കിയിലെ യാത്രാക്ലേശം പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംയുക്തമായി ഒക്ടോബർ 7-ാം തീയതി തിങ്കളാഴ്ച 11 മണിക്ക് ധർണ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ ധർണയിൽ എല്ലാ വിഭാഗം ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ധർണ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ജനങ്ങളുടെ ഒരു ആവശ്യമാണ്. വാർത്താ സമ്മേളനത്തിൽ KJ ദേവസ്യ, KP സുമോദ്, അനീഷ് ജോസഫ്, NG രാജൻ, അഖിൽ,
ഷാജീസ് കറിയ, KM തോമസ് എന്നിവർ പങ്കെടുത്തു. ജില്ലയിലെ ആദ്യ ടോൾ പ്ലാസയായ ദേവികുളം ടോൾ പ്ലാസയിലൂടെ പോകുന്ന വാഹനങ്ങളിൽ നിന്നും പണം ഈടാക്കി തുടങ്ങി. ആന്ധ്രയിൽ നിന്നുള്ള കമ്പനിയാണ് ടോൾ പിരിവ് ലേലത്തിനെടുത്തിരിക്കുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ലാക്കാട് കുരിശടിക്ക് സമീപമാണ് ദേവികുളം ടോൾ പ്ലാസ. ദേശീയപാതയിൽപ്പെട്ട മൂന്നാർ ബോഡിമെട്ട് ഭാഗത്തെ 41.78 കിലോമീറ്ററാണ് 371.83 കോടി രൂപ ചെലവിട്ട് പുതുക്കിപ്പണിതത്. ടോൾ പ്ലാസയുടെ നിർമ്മാണം അന്നു തന്നെ പൂർത്തിയായിരുന്നെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളും പ്രദേശവാസികളുടെ എതിർപ്പും കാരണം പ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല. ജില്ലയിലെ ആദ്യ ടോൾ പ്ലാസ കൂടിയായ ദേവികുളം ടോൾ പ്ലാസയിലൂടെ പോകുന്ന വാഹനങ്ങളിൽ നിന്നും പണം ഈടാക്കി തുടങ്ങി. ആന്ധ്രയിൽ നിന്നുള്ള കമ്പനിയാണ് ടോൾ പിരിവ് ലേലത്തിനെടുത്തിരിക്കുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ലാക്കാട് കുരിശടിക്ക് സമീപമാണ് ദേവികുളം ടോൾ പ്ലാസ. ടോൾ പ്ലാസയുടെ 20 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന വാണിജ്യേതര വാഹനങ്ങളുടെ ഉടമസ്ഥർക്ക് 340 രൂപയ്ക്ക് പ്രതിമാസ പാസ് എടുത്ത് ഈ വഴി സഞ്ചരിക്കാം. കാർ, ജീപ്പ്, മറ്റു ചെറുവാഹനങ്ങൾക്ക് ഒരു വശത്തേക്ക് 35 രൂപയും ഇരുവശങ്ങളിലേക്കുമാണെങ്കിൽ 55 രൂപയും നൽകണം. മിനി ബസ്സിന് ഒരു വശത്തേക്ക് 60ഉം ഇരുവശങ്ങളിലേക്കുമാണെങ്കിൽ 90 രൂപയുമാണ് നിരക്ക്. ബസ്, ട്രക്ക് എന്നിവയ്ക്ക് ഒരു വശത്തേക്ക് 125ഉം ഇരുവശങ്ങളിലേക്കുമായി 185 രൂപയുമാണ് നിരക്ക്. ഭാരവാഹനങ്ങൾക്ക് ഒരു വശത്തേക്ക് 195, ഇരുവശങ്ങളിലേക്കും 295, 7ൽ കൂടുതൽ ആക്സിലുള്ള വലിയ വാഹനങ്ങൾക്ക് ഒരു വശത്തേക്ക് 240, ഇരുവശങ്ങളിലേക്കും 355 എന്നിങ്ങനെയും ടോൾ നിരക്ക് നൽകണം. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുയർന്ന പരാതിയിൽ ഓംബുഡ്സ്മാൻ സിറ്റിംഗ് നടത്തി. ചപ്പാത്തിൽ നിന്നും പേര് വയ്ക്കാതെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓംബുഡ്സ്മാൻ രാജൻ ബാബുവാണ് ഹിയറിംഗ് നടത്തിയത്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് 4 പരാതികൾ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഓംബുഡ്സ്മാൻ ഹിയറിംഗ് സംഘടിപ്പിച്ചത്. പരാതിക്ക് ആധാരമായ കാര്യങ്ങളിൽ പഞ്ചായത്തിനോട് വിശദീകരണം ചോദിക്കുകയും പരാതിക്കാരെ കണ്ടെത്തി ഹിയറിംഗിന് വിളിപ്പിക്കുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്തിലെ 11, 13 വാർഡുകളിൽ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. കൂടാതെ 11ാം വാർഡിലെ താമസക്കാരുടെ ഭൂമിയിലാണ് നാളുകളായി 13ാം വാർഡിലെ തൊഴിലാളികൾ ജോലിയെടുത്തിരുന്നത്. ഇതിനിടെ തൊഴിലാളികൾ തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് ഓംബുഡ്സ്മാന് പരാതി ലഭിച്ചത്. ഏത് രീതിയിൽ ഇത് പരിഹരിക്കപ്പെടാം എന്നുള്ളതിനെ പറ്റി ഒരു വിശദമായ ഒരു പരിശോധന ആവശ്യമാണ്. തൊഴിലാളികൾ ജോലി ആവശ്യപ്പെടുന്നത് മേറ്റിനോടാണ് എന്നതാണ് ഇതിനകത്തെ ഒരു പ്രധാനമായ കാര്യം. ആവശ്യമുള്ളവർ ജോലി ആവശ്യപ്പെടുന്ന തൊഴിലാളികൾ ഗ്രാമപഞ്ചായത്തിൽ അപേക്ഷ കൊടുത്ത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നിശ്ചയിക്കപ്പെടുന്ന പ്രവൃത്തി സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരു നിയമപരമായ ഒരു സംവിധാനം കൃത്യമായി അല്ല നടക്കുന്നതെന്നാണ് ഇവിടുത്തെ ഒരു പ്രധാന പോരായ്മയായി കാണുന്നത്. പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ മേറ്റിമാര് അവരാണ് അവരുടെ നേതൃത്വത്തിലാണ് പല സ്ഥലങ്ങളിലും പ്രവൃത്തികൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ഒരു ചില അപാകതകളാണ് ഇവിടെ. കാരണം ഈഗോ ഇഷ്യൂസ്, സ്ത്രീകളാണ് കൂടുതൽ തൊഴിലാളികളിൽ 99% സ്ത്രീകളാണ്. സ്വാഭാവികമായി അവർ തമ്മിലുള്ള ഈഗോസ് വിഷയങ്ങൾ, വ്യക്തിപരമായ വിഷയങ്ങളൊക്കെ ഇതിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ അത് ഒരു പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അപ്പോൾ അതിന് ഏറ്റവും ഒരു പരിഹാരമായി ഇപ്പം ഞാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിൻ്റെ തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന തൊഴിലാളികൾ നേരിട്ട് അപേക്ഷ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് അപേക്ഷ കൊടുക്കുക. ആ അപേക്ഷ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അതത് വാർഡുകളിലെ ബന്ധപ്പെട്ട ഇവിടുത്തെ വർക്കുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഷെൽഫ് ഓഫ് പ്രോജക്റ്റ് ഉണ്ട് എല്ലാ പഞ്ചായത്തിലും. ആ ഷെൽഫ് ഓഫ് പ്രോജക്റ്റ് ഓരോ വാർഡിൽ ഏതൊക്കെ വർക്കുകൾ ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ തയ്യാറാക്കി എസ്റ്റിമേറ്റ് എടുത്ത് അപ്രൂവ് ചെയ്ത് വെച്ച് വർക്കുകളുണ്ട്. ആ വർക്കുകൾ ഓരോ വർക്കുകളിലേക്ക് തിരിച്ചു കൊടുക്കുക. ആ വാർഡിലേക്ക് ഏതൊക്കെ തൊഴിലാളികൾ അവിടേക്ക് പണിയണം, എത്ര തൊഴിലാളികൾ അവിടേക്ക് വരണം, ആ ജോലിയുടെ അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന മേറ്റ് ആരാണ്, അതൊക്കെ തീരുമാനിക്കുന്നത് പഞ്ചായത്ത് സെക്രട്ടറി തീരുമാനിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറണം. കൂടാതെ 11ാം വാർഡിൽ ജോലിയെടുത്ത തൊഴിലാളികളുടെ കൂലി 13ാം വാർഡിലെ ചില തൊഴിലാളികൾക്ക് ലഭിച്ചതായും പരാതിയുണ്ട്. പരിസ്ഥിതിയുടെയും ചൊക്രമുടി മലനിരകളുടെയും സംരക്ഷണമെന്ന സന്ദേശം കുട്ടികളിലേക്ക് എത്തിക്കുകയാണ് ബൈസൺ വാലി ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ. പരിസ്ഥിതിയെയും ചൊക്രമുടിയെയും സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞ സ്കൂൾ അസംബ്ലിയിൽ കുട്ടികൾക്ക് ചൊല്ലി നൽകിയാണ് ചൊക്രമുടി സംരക്ഷണത്തിന് സ്കൂൾ പിന്തുണ അറിയിച്ചത്. പരിസ്ഥിതി സംരക്ഷണ സന്ദേശം പുതുതലമുറയിലേക്ക് പകർന്നു നൽകുകയാണ് ലക്ഷ്യമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. ചൊക്രമുടി കയ്യേറ്റവും നിർമ്മാണ പ്രവർത്തനങ്ങളുമൊക്കെ വാർത്തകളിൽ നിറഞ്ഞതോടെയാണ് പരിസ്ഥിതിയുടെയും ചൊക്രമുടി മലനിരകളുടെയും സംരക്ഷണം എന്ന സന്ദേശം കുട്ടികളിലേക്ക് എത്തിക്കാൻ വേറിട്ട രീതിയുമായി ബൈസൺ വാലി ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ രംഗത്ത് വന്നത്. പരിസ്ഥിതിയെയും ചൊക്രമുടിയെയും സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞ സ്കൂൾ അസംബ്ലിയിൽ കുട്ടികൾക്ക് ചൊല്ലി നൽകിയാണ് ചൊക്രമുടി സംരക്ഷണത്തിന് സ്കൂൾ പിന്തുണ അറിയിച്ചത്. We will protect our mother nature at any cost. At any cost. We will fight against
We will fight against unnatural activities. Save nature. And save Chakramudi. Thank you and have a nice day. പരിസ്ഥിതി സംരക്ഷണ സന്ദേശം പുതുതലമുറയിലേക്ക് പകർന്നു നൽകുകയാണ് ലക്ഷ്യമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്ന പല രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചക്രമുടിയിൽ പുതിയതായി വരുന്ന കെട്ടിടങ്ങൾ അതൊക്കെ നമ്മുടെ പ്രകൃതിയുടെ ഭംഗിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് കുട്ടികളിൽ ഒരു ബോധവൽക്കരണം ഉണ്ടാക്കുക എന്നതാണ് ഇന്ന് നമ്മുടെ ലക്ഷ്യം. അതിനോടനുബന്ധിച്ചാണ് നമ്മളിവിടെ ഒരു പ്രതിജ്ഞ നൽകി കുട്ടികളിൽ അതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണ ക്ലാസ്സുമാണ് ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ചൊക്രമുടി മലനിരകളുടെ മടിത്തട്ടിലെന്നോണമാണ് ബൈസൺ വാലി ഗ്രാമവും സമീപ മേഖലകളുമൊക്കെയുള്ളത്. ചൊക്രമുടി മലനിരകളും സമീപ ഗ്രാമങ്ങളുമൊക്കെയായുള്ള ഈ അടുപ്പം കൂടിയാണ് സ്കൂൾ അസംബ്ലിയിലെ ഈ മാതൃകാ പ്രവർത്തനത്തിന് പ്രേരണയായത്. സ്കൂൾ പ്രിൻസിപ്പൽ ജാൻസി റാണി, വൈസ് പ്രിൻസിപ്പൽ സന്ധ്യ മനോജ്, ശ്രേയ ഷിജ്കുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സന്തോഷ് ഇയൻ എന്നിവർ മാതൃകാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. അടിമാലി കുമളി ദേശീയപാതയിലെ ഗർത്തത്തിൽ വാഴ നട്ട് പ്രതിഷേധിച്ച് പൗരസമിതി. കട്ടപ്പന വെള്ളയാങ്കുടി റോഡിൽ ഇടുക്കി കവലയ്ക്ക് സമീപമാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയിൽ ഗർത്തം രൂപപ്പെട്ടത്. നിരന്തരം അപകടങ്ങൾക്ക് കാരണമായിട്ടും വാട്ടർ അതോറിറ്റിയോ ദേശീയപാത അധികൃതരോ നടപടി സ്വീകരിക്കാതെ മുഖം തിരിക്കുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം. അടിമാലി കുമളി ദേശീയപാതയിൽ കട്ടപ്പന വെള്ളയാങ്കുടി റോഡിൽ ഇടുക്കി കവലയ്ക്ക് സമീപമാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയിൽ റോഡിന് കുറുകെ ഗർത്തം രൂപപ്പെട്ടത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പൈപ്പ് സ്ഥാപിക്കുന്നതിനായി വാട്ടർ അതോറിറ്റി റോഡിന് കുറുകെ കുഴിയെടുത്തത്. തുടർന്ന് കോൺക്രീറ്റ് ഉപയോഗിച്ച് ഇവ അടച്ച ശേഷം മടങ്ങി. ഏതാനും ദിവസങ്ങൾക്കിപ്പുറം കോൺക്രീറ്റ് ഇളകി കുഴി രൂപപ്പെട്ടു. നിരവധി അപകടങ്ങൾക്ക് കാരണമായതോടെ പ്രതിഷേധങ്ങളും ശക്തമായി. ഇതോടെ വാട്ടർ അതോറിറ്റി വീണ്ടും കുഴിയിൽ കോൺക്രീറ്റ് ഇറക്കി തടി തപ്പി. എന്നാൽ വീണ്ടും ഇതേ സ്ഥലത്ത് വലിയ തോതിൽ ഗർത്തം രൂപപ്പെട്ടതോടെ അപകടങ്ങളും പതിവായിരിക്കുകയാണ്. കുഴി രൂപപ്പെട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നിരവധി പരാതികൾ ഉയർന്നിട്ടും മുഖം തിരിക്കുന്ന സമീപനമാണ് വാട്ടർ അതോറിറ്റി സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഗർത്തത്തിൽ വീണ ഇരുചക്ര വാഹനം മറിഞ്ഞ യുവാവിന് പരിക്കേറ്റിരുന്നു. ഇതോടെയാണ് പൗരസമിതിയുടെ നേതൃത്വത്തിൽ ഗർത്തത്തിൽ വാഴനട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഈ വാട്ടർ അതോറിറ്റി 4 മാസത്തിന് മുമ്പ് ഇവിടെ പൈപ്പിടുന്നതിന് ഭാഗമായിട്ട് കുഴി കുഴിച്ചതാണ്. ഇത് ഭയങ്കര കുഴിയായിട്ട് മാറിയിരുന്ന ഒരു 2 മാസം മുമ്പ് ഇങ്ങനെ പ്രതിഷേധ സമരം നടത്തി സംഘടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവർ താൽക്കാലികമായിട്ട് സിമെന്റ് ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് പോയി. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും അത് പഴയ രീതിയിലേക്കായി. ഇപ്പോൾ വീണ്ടും കുഴി കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ഭീകരമായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി തന്നെ 11 മണിയായപ്പോൾ ഒരു ബൈക്കുകാരൻ വന്നുകൂടെ വീണ് കാലിന് മുട്ടിയിട്ടൊക്കെ പൊട്ടി ആക്സിഡന്റ് അഡ്മിറ്റ് ആയ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ശരിക്കും പറഞ്ഞാൽ കാർ ചെയ്ത് ഫിനിഷ് ആക്കാതെ ഈ റോഡ് ഒരിക്കലും ശരിയാകുന്നതല്ല. ഇതിപ്പം കോൺക്രീറ്റ് ചെയ്തിട്ട് പോയെന്ന് പറഞ്ഞാൽ പോലും കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും പഴയതിന് അപ്പുറമാകും. അപ്പോൾ അതുകൊണ്ട് അധികൃതരുടെ ഭാഗത്തുനിന്ന് നല്ലൊരു സമീപനം ഉണ്ടായി. ഇത് ഏറ്റവും നല്ല മനോഹരമായിട്ട് ടാർ ചെയ്ത് പഴയ രീതിയിൽ തന്നെ ആക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും കട്ടപ്പനയിലേക്കുള്ള പ്രധാന റോഡുകളിൽ ഒന്നുമാണ് വെള്ളയാങ്കുടി റോഡ്. കൂടാതെ ഇടുക്കി മെഡിക്കൽ കോളേജിലടക്കമുള്ള ആംബുലൻസുകളും നിരവധി വിദ്യാർത്ഥികളും ഇതുവഴി കടന്നു പോകുന്നുണ്ട്. അധികൃതർ മുഖം തിരിക്കുന്ന സമീപനം തുടർന്നാൽ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്താനാണ് പൗരസമിതിയുടെ തീരുമാനം. ജോസഫ് തെക്കേക്കുറ്റ, ഹാരിസ് VM, മനോജ് ജോസഫ്, ജെയ്മോൻ തോമസ്, ജിൻഡോ കട്ടപ്പന, ഷാജി തെക്കേക്കുറ്റ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. സ്വയം തൊഴിൽ സംരംഭകത്വ പരിശീലനം നൽകുന്ന ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ ക്യാമ്പസ് കട്ടപ്പനയിൽ പ്രവർത്തനം ആരംഭിച്ചു. പൈനാവിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം കൂടുതൽ സൗകര്യത്തോടെ കട്ടപ്പന ഇരട്ടയാർ റോഡിലെ BSNL എക്സ്ചേഞ്ച് ഓഫീസ് കെട്ടിടത്തിലേക്കാണ് മാറ്റിയത്. കേന്ദ്രത്തിന്റെ പ്രവർത്തനോദ്ഘാടനം റീജിയണൽ ഹെഡ് രജിത സുരേഷ് നിർവഹിച്ചു. തൊഴിൽ രഹിതരായ യുവതീ-യുവാക്കൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിഷയങ്ങളിൽ തൊഴിലധിഷ്ഠിത പരിശീലനം സൗജന്യമായി ലഭിക്കുന്നതിനുള്ള സുവർണാവസരം എല്ലാ ജില്ലകളിലും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. RSCTIക്കാണ് ഈ പരിശീലന കേന്ദ്രത്തിന്റെ ചുമതല നൽകിയിട്ടുള്ളത്. ഈ പരിശീലന കേന്ദ്രത്തിൽ വൈവിധ്യമാർന്ന വരുമാനദായക പ്രവർത്തനങ്ങളിൽ തൊഴിലധിഷ്ഠിത പരിശീലനം നൽകപ്പെടും. യുവാക്കളെയും യുവതികളെയും സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ പ്രാപ്തരാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. 2008 മുതൽ പൈനാവിൽ പ്രവർത്തിച്ചു വന്നിരുന്ന RSCTI ഓഫീസാണ് കട്ടപ്പനയിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചത്. കട്ടപ്പന ഇരട്ടയാർ റോഡിൽ BSNL എക്സ്ചേഞ്ച് ഓഫീസിന്റെ 1ാം നിലയിൽ 35 പേരുടെ 2 ബാച്ചുകൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന സൗകര്യങ്ങളോടെയാണ് പുതിയ ക്യാമ്പസ് പ്രവർത്തന സജ്ജമായിരിക്കുന്നത്. ഓഫീസിന്റെ ഉദ്ഘാടനം കോട്ടയം റീജിയണൽ ഹെഡ് രജിത സുരേഷ് നിർവഹിച്ചു. പക്ഷേ I would say ki this RCT, you know now what is the full form of RCT, all of you. എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ RCT, Rural Self Employment Training Institute. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു നോവൽ ഇനീഷ്യേറ്റീവ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എടുക്കുന്നത് പബ്ലിക് സെക്ടർ ബാങ്കിനുമായിട്ട്
ഒരു എന്താണ് പാർട്ട്ണർഷിപ്പ് ത്രൂ നമ്മൾ ബാങ്കിങ് പബ്ലിക് സെക്ടർ ബാങ്കിന് കുറച്ച് സോഷ്യൽ ഒബ്ലിഗേഷനും ഉണ്ട്. So we are having some social obligation. As part of that, these RCTs are developed and we are imparting the basic training that is required for to eradicate rural unemployment. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്പോൺസർഷിപ്പിലാണ് RSETIയുടെ പ്രവർത്തനം. RSETI ജില്ലാ ഡയറക്ടർ മുഹമ്മദ് അൻസാർ എം, കോട്ടയം ഡെപ്യൂട്ടി റീജിയണൽ ഹെഡ് രാജവേൽ രാമസ്വാമി, കോട്ടയം റീജിയണൽ ഓഫീസ് ചീഫ് മാനേജർ രമേഷ് കുമാർ എസ്, അരുൺ റജി, ഡോണ ജോണി എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ നിരവധി യുവാക്കൾ പങ്കെടുത്തു. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റ് അനുവദിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടനം പീരുമേട് MLA വാഴൂർ സോമൻ നിർവഹിച്ചു. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റ് വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. സ്കൂൾ അധ്യാപകരുടെ ഏറെ നാളത്തെ ശ്രമഫലമായാണ് യൂണിറ്റ് അനുവദിച്ചിരിക്കുന്നത്. പുതുതായി അനുവദിച്ചിരിക്കുന്ന യൂണിറ്റിൽ 50ഓളം കുട്ടികളാണ് അംഗങ്ങളായിട്ടുള്ളത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യൂണിറ്റിന്റെ ഉദ്ഘാടന യോഗത്തിൽ PTA പ്രസിഡന്റ് PM നൌഷാദ് അധ്യക്ഷനായിരുന്നു. പീരുമേട് MLA വാഴൂർ സോമൻ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കും. അടുത്ത ദിവസം തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സ്ഥലം സന്ദർശിക്കുവാനും പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും എത്തിച്ചേരാമെന്ന് ഇന്നലെ ദിവസം എന്നോട് അറിയിച്ചിട്ടുണ്ട്. വനംവകുപ്പിന്റെ ചില ചില്ലറ തടസ്സങ്ങൾ മൂലമാണ് ആ പ്രവർത്തനങ്ങൾ ഇത്രയും നീണ്ടുപോയത്. എങ്കിലും ഇന്നലെയും വനംവകുപ്പ് മന്ത്രിയെയും റവന്യൂ വകുപ്പ് മന്ത്രിയെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും കണ്ട് കാര്യത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. 13 കോടി രൂപ അവിടെ കേരള സർക്കാർ ചെലവഴിച്ചു. വീണ്ടും തിട്ടയിടിഞ്ഞു പോയ ഭാഗങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി 6.5 കോടി രൂപയും അനുവദിച്ചു. അങ്ങനെ 19.20 കോടി രൂപ ചെലവഴിച്ച ഒരു സ്ഥാപനം തുറന്നു പ്രവർത്തിപ്പിക്കാതിരിക്കുന്നതിന്റെ എതിർപ്പ് ഞാൻ ഇന്നലെ ദിവസം രൂക്ഷമായ ഭാഷയിൽ അവരെല്ലാം അറിയിച്ചിട്ടുണ്ട്. എത്രയും വേഗം നമുക്ക് അത് ഉദ്ഘാടനം ചെയ്യുവാൻ കഴിയും എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R സെൽവത്തായി മുഖ്യപ്രഭാഷണം നടത്തി. പീരുമേട് AEO M രമേശ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് S ശ്രീരാമൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തുങ്കൽ, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ S ജർമലിൻ, റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥൻ ജയകുമാർ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി വണ്ടിപ്പെരിയാർ യൂണിറ്റ് പ്രസിഡന്റ് S അൻപുരാജ്, PTA വൈസ് പ്രസിഡന്റ് R രാംരാജ് തുടങ്ങിയവർ സംസാരിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണത്തിനായുള്ള ഹുണ്ടിക പിരിവ് കട്ടപ്പനയിൽ ആരംഭിച്ചു. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തുടനീളം ഹുണ്ടിക പിരിവ് നടന്നുവരികയാണ്. കട്ടപ്പനയിലെ വ്യാപാരികളും പൊതുജനങ്ങളും സംഭാവന നൽകി. കട്ടപ്പന സഹകരണ ആശുപത്രി ജീവനക്കാരും തുക നൽകി. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലാണ്. ഒരാവശ്യമായ പണം ജനങ്ങളിൽ നിന്നും തുല്യ കളക്ഷനോട് സമാഹരിക്കാനാണ് CPMന്റെ സംസ്ഥാന കമ്മിറ്റി. അതിൻ്റെ ഭാഗമായിട്ട് ഇടുക്കി ജില്ലയിൽ നിന്നും നാളെയുമായി 2047 പാർട്ടി ബ്രാഞ്ച് കേന്ദ്രങ്ങളിലും 158 ലോക്കൽ കേന്ദ്രങ്ങളിലും പാർട്ടി നേതൃത്വം ഒന്നാകെ ഇറങ്ങി പണം സമാഹരിക്കുക എന്ന ലക്ഷ്യമാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി കട്ടപ്പന സഹകരണാശുപത്രിയിലെ ജീവനക്കാരുടെ അകമഴിഞ്ഞ സംഭാവന ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടോമി ജോർജ്, KP സുമോദ്, പൊന്നമ്മ സുഗതൻ, ലിജോബി ബേബി എന്നിവർ സംസാരിച്ചു. CR മുരളി, TG M രാജു, MP ഹരി, എബി എംബ്രയിൽ, സുഗതൻ കരുവാറ്റ തുടങ്ങിയവർ നേതൃത്വം നൽകി. അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് തൊഴിലുറപ്പ് ജോലിക്കിടെ മരിച്ച തൊഴിലാളിക്ക് എക്സ് ഗ്രേഷ്യ വിതരണം ചെയ്തു. അയ്യപ്പൻകോവിൽ 1-ാം വാർഡിൽ തടത്തിൽ സാമുവൽ ജോർജാണ് ജോലിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ചത്. കഴിഞ്ഞ ജൂണിലായിരുന്നു തൊഴിലുറപ്പ് ജോലിക്കിടെ തൊഴിലാളിയായ തടത്തിൽ സാമുവൽ കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൊഴിലുറപ്പിൽ നിന്നും ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഇവർ കഴിഞ്ഞിരുന്നത്. ജോലിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ച വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ ഓംബുഡ്സ്മാൻ രാജൻ ബാബു സ്വമേധയാ കേസെടുത്ത് സിറ്റിംഗ് നടത്തുകയും 75,000 രൂപ എക്സ്ഗ്രേഷ്യ നൽകാൻ വിധിക്കുകയും ചെയ്തു. സ്ഥലത്ത് വെച്ച് അപകടം ഉണ്ടായാൽ അതിന് ചികിത്സയ്ക്കുള്ള സഹായങ്ങൾ നമ്മൾ തൊഴിലുറപ്പ് പദ്ധതി യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മരണപ്പെടുകയാണെങ്കിൽ, ഈ സ്ഥലത്ത് എന്തെങ്കിലും അപകടമുണ്ടായ മരണപ്പെടുകയാണെങ്കിൽ അതിന് എക്സ്ഗ്രേഷ്യ നൽകാൻ ഗവൺമെന്റ് തീരുമാനമെടുത്തിട്ട് അത് നൽകുന്നുണ്ട്.
75,000 രൂപയാണ്. വളരെ ചെറിയ തുകയാണ് എന്ന് പറയാമെന്ന് തോന്നിപ്പോലും എസ്കലേഷ്യ നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയമോൾ ജോൺസൺ, വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോമോൻ വെട്ടിക്കാല, വിജയമ്മ ജോസഫ് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. ഉപ്പുതറ കിഴുകാനം വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ കണ്ണമ്പടി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. വനം വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. വനം വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം വിവിധ പരിപാടികൾ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് കിഴുകാനം ഫോറസ്റ്റ് ഓഫീസിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ കണ്ണമ്പടിയിലെ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചത്. കണ്ണമ്പടി ട്രൈബൽ സ്കൂളിൽ വെച്ചായിരുന്നു പരിപാടി. വനവും വന്യജീവികളും നിങ്ങളുടെ ഭാവനയിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ചിത്രരചനാ മത്സരം നടന്നത്. വിദ്യാർത്ഥികളിൽ വനം വന്യജീവികളെ പറ്റിയും അവയുടെ ആവാസ വ്യവസ്ഥകളെ പറ്റിയും അവബോധം വളർത്തുന്നതിനു വേണ്ടിയാണ് പരിപാടികൾ സംഘടിപ്പിച്ചതെന്ന് കിഴുകാനം ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ സജിമോൻ പറഞ്ഞു. സംസ്ഥാന ഉദ്ഘാടനം തേക്കടി വെച്ച് ബന്ധപ്പെട്ട വനംവകുപ്പിൽ നടത്തുകയും അതിൻ്റെ ഭാഗമായി ഈ കിഴുകാനം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ സ്കൂളിലെ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചിത്രരചന മത്സരമാണ് ഇവിടെ നടക്കുന്നത്. എല്ലാ കുട്ടികളും നല്ല രീതിയിൽ ചിത്രം വരച്ച് സമ്മാനങ്ങൾ വാങ്ങി സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങൾക്കായിട്ടാണ് മത്സരം നടന്നത്. മത്സരത്തിൽ വിജയിച്ച 6 വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും നൽകി. ഉദ്യോഗസ്ഥരായ നിർമ്മൽ ജിത്ത്, അഞ്ജലി ജോയി, മനോജ് AK, രാജൻ NR, അനീഷ് K, വാച്ചർമാരായ അനീഷ് NV, ജെയ്മോൻ KP, ജിതിൻ പോൾ എന്നിവർ നേതൃത്വം നൽകി. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന, തിരുപ്പൂർ, ഗ്രീൻ സിറ്റി, പ്രൈഡ് റോട്ടറി ക്ലബ്ബ് തുടങ്ങിയവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വെള്ളയാങ്കുടി ACC സ്പെഷ്യൽ സ്കൂളിൽ CCTV പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ASSI ഗവർണർ PM ജോസഫ് ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന, തിരുപ്പൂർ, ഗ്രീൻ സിറ്റി, പ്രൈഡ് റോട്ടറി ക്ലബ്ബ് തുടങ്ങിയവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് റോട്ടറി 7 വണ്ടേഴ്സ് ബൈക്ക് റൈഡിന്റെ ഭാഗമായി വെള്ളയാങ്കുടി ACC സ്പെഷ്യൽ സ്കൂളിൽ CCTV പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തത്. റോട്ടറി ഡിസ്ട്രിക്ട് ക്ലബ്ബ് നടപ്പിലാക്കുന്ന ബ്ലോസം പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കിയത്. തിരുപ്പൂർ റോട്ടറി ക്ലബ്ബിൽ നിന്നും 13 അംഗങ്ങൾ ഹൈറേഞ്ചിലെ 7 ക്ലബ്ബുകൾ സന്ദർശിച്ചു. തുടർന്നാണ് സ്കൂളിൽ പദ്ധതി നടപ്പിലാക്കിയത്. റോട്ടറി ASI ഗവർണർ PM ജോസഫ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സർവീസ് അബൌവ് സെൽഫ് ആൻഡ് റോട്ടറി അനദർ മോട്ടോ ഈസ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ്. നമ്മൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഈ ക്ലബ്ബുകൾ ചേർന്നിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ വലിയ പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി കടന്നു വന്നിട്ടുള്ള തിരുപ്പൂരിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള റോട്ടറി ക്ലബ്ബ് അംഗങ്ങളെയും അവരുടെ ലീഡേഴ്സിനെയും അവരെ അതിൻ്റെ ഇടയ്ക്ക് സ്പോൺസർഷിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്ന മറ്റ് ബഹുമാന്യരായ മെമ്പേഴ്സിനെയും ഒത്തിരി സന്തോഷത്തോടെ അതിലേറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും അവർക്ക് നന്ദി പറയുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളിത് വിജയകരമായി പൂർത്തിയാക്കുവാനായിട്ട് ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ബൈജു എബ്രഹാം അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി ബൈജു ജോസ്, റോയി മാത്യു, അജോ ജോസഫ്, അജോ എബ്രഹാം, മിഥുൻ കുര്യൻ, ബോണി എന്നിവർ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മാങ്കുളം ആനക്കുളത്തെ പ്രത്യേകതയാണ് പുഴയിൽ വെള്ളം കുടിക്കാനെത്തുന്ന കാട്ടാനക്കൂട്ടങ്ങൾ. മഴ കുറഞ്ഞതോടെ കാട്ടാനകൾ വീണ്ടും ആനക്കുളത്തെ പുഴയിലേക്ക് എത്തിത്തുടങ്ങി. കൂട്ടമായി എത്തുന്ന കാട്ടാനകൾ സഞ്ചാരികളുടെ ഇഷ്ട കാഴ്ച കൂടിയാണ്. അടുത്ത മഴക്കാലം വരെ ആനക്കുളത്തെ ഈ ആനക്കാഴ്ചകൾ നീളും. മാങ്കുളത്തിന്റെ വിനോദസഞ്ചാരത്തെ സജീവമാക്കുന്നത് ഈ കാട്ടാനക്കൂട്ടങ്ങളാണ്. മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ ധാരാളമുണ്ടെങ്കിലും ആനക്കുളത്തെ ഈ കാട്ടാനകളെ കാണാൻ കൂടിയാണ് സഞ്ചാരികൾ മാങ്കുളത്തേക്ക് എത്തുന്നത്. മഴ കുറഞ്ഞതോടെ കാട്ടാനകൾ വീണ്ടും ആനക്കുളത്തെ പുഴയിലേക്ക് എത്തി തുടങ്ങി. അടുത്ത മഴക്കാലം വരെ ആനക്കുളത്തെ ഈ ആനക്കാഴ്ചകൾ നീളും. കാടിനെയും നാടിനെയും വേർതിരിക്കുന്ന ഈറ്റച്ചോലയാറ്റിലെത്തി മതി വരുവോളം ഈ കാട്ടാനക്കൂട്ടങ്ങൾ വെള്ളം കുടിക്കും. തൊട്ടരികിൽ എന്നോണം നിന്ന് സഞ്ചാരികൾക്ക് ഈ കാഴ്ച കാണാം. കുട്ടിയാനകളും കൊമ്പന്മാരുമെല്ലാം ഈ കൂട്ടത്തിലുണ്ടാകും. വേനൽ കനക്കുന്നതോടെ ആനക്കൂട്ടങ്ങൾ പലതു മാറി മാറി വന്ന് വെള്ളം കുടിച്ചു മടങ്ങും. വിനോദസഞ്ചാര സീസൺ ആരംഭിച്ചാൽ സ്വദേശീയരും വിദേശീയരുമെല്ലാം ഒരുമിച്ച്
ആനകളുടെ വരവും കാത്ത് ആനക്കുളത്ത് ഒത്തുകൂടും. മഴ കുറഞ്ഞതോടെ മാങ്കുളത്തിന്റെ വിനോദസഞ്ചാര മേഖല കൂടുതൽ സജീവമാകുമെന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രതീക്ഷ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സുഗന്ധഗിരി സ്പൈസസ് പ്രൊമോട്ടേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 282, വിൽപ്പനയ്ക്ക് വന്നത് 70,304, വിൽപ്പന നടന്നത് 61,524, കൂടിയ വില 3,352, ശരാശരി വില 2,273. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 645 രൂപ, ഏലം കൂടിയ വില 2,300, ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പു 925, കൊക്കോ 70, റബ്ബർ 210. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,120 രൂപ, വെള്ളി 103. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആദിവാസി കുടികളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ നേരിട്ടെത്തിക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ ഉദ്ഘാടനം ശാന്തൻപാറ പന്നിയാർ എസ്റ്റേറ്റിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽകുമാർ നിർവഹിച്ചു. വിശപ്പ് രഹിത കേരളമാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി. നെടുങ്കണ്ടം മേഖലയിലെ വിവാദ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് PWD വിജിലൻസ് സംഘം പരിശോധന നടത്തിയത് കമ്പംമെട്ട് വണ്ണപ്പുറം പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവാദമുയർന്ന സാഹചര്യത്തിൽ മുണ്ടിയരുമയിൽ ടാറിംഗ് പൊളിഞ്ഞ മേഖലയിൽ നിന്ന് സാമ്പിളും ശേഖരിച്ചു. സ്വകാര്യ ബസ് വ്യവസായവും തൊഴിലാളികളെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട ജീവനക്കാരും ബസ് ഉടമകളും പ്രക്ഷോഭത്തിലേക്ക്. പ്രൈവറ്റ് ബസ് വർക്കേഴ്സ് യൂണിയൻ CATU, പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ 7-ാം തീയതി കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ ധർണ നടത്തും. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് സമരം ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ ആദ്യ ടോൾ പ്ലാസയായ ദേവികുളം ടോൾ പ്ലാസയിലൂടെ പോകുന്ന വാഹനങ്ങളിൽ നിന്നും പണം ഈടാക്കി തുടങ്ങി. ടോൾ പിരിവ് ലേലത്തിനെടുത്തിരിക്കുന്നത് ആന്ധ്രയിൽ നിന്നുള്ള കമ്പനി. ദേവികുളം ടോൾ പ്ലാസ സ്ഥിതി ചെയ്യുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ലാക്കാട് കുരിശടിക്ക് സമീപം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.